ആത്മാവ് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ആത്മാവിനെ അനുഭവിക്കുന്നു എന്നതാണ് വിഷയം. അത് ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ഈ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. കാരണം യാഥാർത്ഥ്യത്തിൻ്റെ മാനദണ്ഡം അനുഭവമാണ്. അതുകൊണ്ട് അനുഭവമുള്ളിടത്ത് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മാവിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കേണ്ടി വരുന്നു. ബോധശാസ്ത്രത്തിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ബോധം എങ്ങനെയാണ് അനുഭവങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നാണ് നാം കേട്ടത്. അതിൽ ഒന്നാമത്തേത് അശുദ്ധ ഭ്രമത്തിലൂടെ ബോധം അനുഭവങ്ങളെ എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്നും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും നാം കണ്ടു കഴിഞ്ഞു. പിന്നീട് രണ്ടാമത്തെ രീതിയിലൂടെ ബോധം വീണ്ടും നമ്മളെ ചില കാര്യങ്ങൾ അനുഭവപ്പെടുത്തുന്നു. ഹോർമോണുകളും എൻസൈമുകളും എന്നറിയപ്പെടുന്ന ചില രാസവസ്തുക്കൾ ഉപയോഗിച്ച് ബോധം നമുക്ക് ചില അനുഭവങ്ങൾ നൽകുന്നു. അതിനെയാണ് നാം വിഭ്രമം എന്ന് മനസ്സിലാക്കിയത്. ഇനി ബോധം മൂന്നാമതൊരു മാർഗത്തിലൂടെ നമുക്ക് അനുഭവങ്ങളെ വീണ്ടും നൽകുന്നു. അതിനെയാണ് നാം മതിഭ്രമ അനുഭവം എന്ന് വിളിക്കുന്നത്. എന്താണ് മതിഭ്രമ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത ഒരു ശക്തിയോ ഒരു ജീവനോ വസ്തുവോ ശക്തമായി ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ ബോധത്തിൽ സങ്കല്പിച്ചാൽ ആ സങ്കല്പം ബോധം ഇലൂഷൻ അഥവാ ഭ്രമത്തിലൂടെ അതിനെ സത്യമെന്ന് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ നാം വീണ്ടും ഇലൂഷൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നു. ഏതെല്ലാം മേഖലകളിലാണ് ഈ മതിഭ്രമം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മതിഭ്രമം പ്രധാനമായും 3 വിഷയങ്ങളിലാണ് നാം കാണുന്നത്. 1, ആത്മാവിനോടുള്ള നമ്മുടെ വിശ്വാസം. 2, ദൈവവിശ്വാസം. 3, സൃഷ്ടിയുടെ രഹസ്യം നമ്മൾ ദൈവത്തിൽ ആരോപിക്കുന്നു. ഈ 3 വിഷയങ്ങളിലുമാണ് മതിഭ്രമം ശക്തിയായി പ്രവർത്തിക്കുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ വിഷയം തന്നെ എടുക്കാം. അതായത് ആത്മാവ്. ആത്മാവിന് നിലനിൽപ്പുണ്ടോ? അതൊരു സത്യമാണോ? ആത്മാവ് ഉള്ളതാണോ? അത് യഥാർത്ഥമാണോ? നമുക്ക് ആത്മാവിനെ ശാസ്ത്രീയമായി നിർവചിക്കാൻ കഴിയുമോ? ഇതാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത്. ആത്മാവിന് ഒരു നിർവചനം സാധ്യമല്ല. അത് വെറുമൊരു വിശ്വാസം മാത്രമാണ്. കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ നാം ഇത്തരം സങ്കല്പങ്ങൾ വിശ്വാസങ്ങളായി ആരോപിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി ഉള്ളതുപോലെ തന്നെയാണ് ഒരു ആത്മാവിനും ഐഡന്റിറ്റി ഉള്ളതായിട്ട് നാം കണക്കാക്കുന്നത്. അതായത് ജോസഫിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ രാമൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ആത്മാവ്, ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും പ്രത്യേകം ആത്മാക്കൾ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ആത്മാവ് സത്യമാണോ, അല്ലെങ്കിൽ ഇതൊരു വിശ്വാസമാണോ? ഇതാണ് നാം ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഒരു വിശ്വാസത്തിന് ഒരു വിശ്വാസമായി നിലനിൽക്കാൻ സാധ്യമല്ല. വിശ്വാസം അനുഭവമാകാതെ അതിന് നിലനിൽപ്പില്ല. അപ്പോൾ ആത്മാവ് നമുക്ക് അനുഭവമാണോ ഇല്ലയോ എന്നതാണ് ചോദ്യം. നമുക്ക് വ്യക്തമായി അറിയാം, ആത്മാവ് നമുക്ക് അനുഭവമാണ്. ആത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരു വ്യക്തിബോധം ഉള്ളതുപോലെ തന്നെയാണ് ആത്മാവിനും ഒരു വ്യക്തിബോധമുണ്ടെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ഒരു വ്യക്തിബോധത്തിൽ നന്മയും തിന്മയും ഉള്ളതുപോലെ തന്നെയാണ് ആത്മാവിലും നന്മയും തിന്മയും ഉള്ളത് എന്നാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സെമിറ്റിക് മതങ്ങൾ അന്ത്യനാളിൽ ദൈവം ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് നന്മയും തിന്മയുമായി വിധിച്ച് അവനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ കൊണ്ടുപോകുമെന്ന് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. എല്ലാ സെമിറ്റിക് മതക്കാരും ഇത്തരം വിശ്വാസങ്ങൾക്ക് അടിമകളാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നുവെന്നും ആത്മാവ് കർമ്മഫലങ്ങൾക്ക് വിധേയമായി വീണ്ടും ജന്മങ്ങൾ തേടുമെന്നുമാണ് വേദാന്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആത്മാവ് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് നോക്കേണ്ടത് ഈ ആത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്നതാണ്. ഈ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് ചില ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, അവരുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മെറ്റാഫിസിക്സ് ആത്മാവിൻ്റെ ശബ്ദം രേഖപ്പെടുത്തുന്നതായും ആത്മാവ് നിലനിൽക്കുന്നതായും അവർ വ്യക്തമായി തെളിയിക്കാൻ ശ്രമിക്കുന്നു. പ്രഗത്ഭനായ ഒരു ജഡ്ജ്
തൻ്റെ മരിച്ചുപോയ ഭാര്യയോട് എന്നും രാത്രി സംസാരിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത് തികച്ചും സത്യമാണ്. അദ്ദേഹം തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യത്തെയാണ് നാം മതിഭ്രമ അനുഭവം എന്ന് വിളിക്കുന്നത്. അതായത് ഭാര്യയോടുള്ള പൊസസീവ്നെസ്സിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യ മരിച്ചുപോയി എന്ന് അംഗീകരിക്കാതെ ആ ഭാര്യയെ കാണണമെന്ന് ശക്തമായി ആഗ്രഹിക്കുകയും ആത്മാർത്ഥതയോടെ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോധം തന്നെ ഒരു മതിഭ്രമ അനുഭവമായി ഭാര്യയോട് സംസാരിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മാവ് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തൻ്റെ ഈ യാഥാർത്ഥ്യത്തെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. കാരണം രണ്ടാമത്തെയാൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത കൊണ്ട് അദ്ദേഹത്തിന് സങ്കല്പിക്കാനോ അതിലൂടെ ഈ ആത്മാവിനെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ മതിഭ്രമ അനുഭവം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു വ്യക്തിയുടെ വിശ്വാസം, ഒരു വ്യക്തിയുടെ ശക്തമായ സങ്കല്പം, അതിനോടുള്ള ആത്മാർത്ഥത, അതാണ് മതിഭ്രമ അനുഭവമായി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ ഒരു ചോദ്യം വരുന്നു, മതിഭ്രമ അനുഭവം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണോ എന്നതാണ് ഇവിടുത്തെ വിഷയം. ജർമ്മനിയിൽ നിന്നും PhD എടുത്ത ഒരു പെൺകുട്ടി, അവൾ എന്നോട് ചോദിച്ചു, മതിഭ്രമ അനുഭവം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് സംഭവിച്ചാൽ അതിനെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? അത് സത്യമല്ലേ? അതിനാസ്പദമായ ഒരു സംഭവം അവൾ എന്നോട് വിശദീകരിക്കുകയുണ്ടായി. അവളുടെ മരിച്ചുപോയ അച്ഛൻ ഇടിവെട്ടുള്ള ഒരു രാത്രി കരണ്ട് പോയ സമയത്ത് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിൽക്കുന്നതായി അവളും അവളുടെ അമ്മയും ഒരുമിച്ച് കാണുന്നു. ഇതാണ് സംഭവം. അങ്ങനെ അവർ പേടിച്ച് ഓടുകയും ഈ അനുഭവം എങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ചുണ്ടായി എന്ന് അത്ഭുതപ്പെടുകയും ചെയ്തു. ഞാൻ അവളോട് ചോദിച്ചു, ശരി, നീ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു ശാസ്ത്രീയ സത്യം എങ്ങനെയാണ് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത്? പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടുമാണ് അത് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നത് എന്ന് അവൾ എന്നോട് മറുപടി പറഞ്ഞു. ശരി, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ്റെ ആത്മാവ് ഒരു രൂപമായി നിങ്ങൾ സ്റ്റെയർ കേസിന് മുകളിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ധൈര്യം സംഭരിച്ച് കയറി ചെന്ന് ആ അച്ഛനെ ഒന്ന് തൊട്ടു നോക്കാമായിരുന്നില്ലേ? അങ്ങനെ തൊട്ടു നോക്കുമ്പോൾ കൈ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അച്ഛൻ അവിടെ ഇല്ല, അതൊരു ഇലൂഷനാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഭയം എന്ന് പറയുന്നൊരു വികാരം കൊണ്ട് നിങ്ങൾ അത്തരമൊരു പരീക്ഷണത്തിന് മുതിർന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കത് സത്യമെന്ന് വിശ്വസിക്കേണ്ടി വന്നത്. അപ്പോൾ സത്യമല്ലാത്ത അല്ലെ യാഥാർത്ഥ്യമല്ലാത്ത ഒന്ന് നാം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നത് പലപ്പോഴും ഭയം കൊണ്ടാണ് എന്നിവിടെ തെളിയുന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പോലും ആത്മാവിനെ കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഈ ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ആത്മാവ് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. ആത്മാവിനെ അനുഭവിക്കുന്നു എന്നതാണ് വിഷയം. അത് ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ഈ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. കാരണം യാഥാർത്ഥ്യത്തിൻ്റെ മാനദണ്ഡം അനുഭവമാണ്. അതുകൊണ്ട് അനുഭവമുള്ളിടത്ത് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആത്മാവിനെ യാഥാർത്ഥ്യമായി അംഗീകരിക്കേണ്ടി വരുന്നു. എന്നാൽ ഈ ആത്മാവിനെ വസ്തുനിഷ്ഠമായി അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ് ബോധശാസ്ത്രം പറയുന്നത്. എന്താണ് വസ്തുനിഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ അതൊരു വസ്തുവാണ്, അതൊരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നതിനെയാണ് വസ്തുബോധം അഥവാ വസ്തുനിഷ്ഠമായ അറിവ് എന്ന് നാം പറയുന്നത്. അത്തരമൊരു രീതിയിലൂടെ നമുക്ക് ആത്മാവിനെ സത്യമെന്ന് ബോധ്യപ്പെടാൻ സാധ്യമല്ല എന്നാണ് ബോധശാസ്ത്രം പറയുന്നത്. അല്ലാതെ ഈ അനുഭവങ്ങൾ ഇല്ലാത്തതാണെന്നോ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് ഭ്രാന്തിന് സമാനമാണെന്നോ അല്ല പറയുന്നത്. മറിച്ച് ഈ അനുഭവങ്ങൾക്ക് വസ്തുനിഷ്ഠത ഇല്ല അഥവാ ശാസ്ത്രീയത ഇല്ല എന്നാണ് നാം പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ശാസ്ത്രീയമല്ല എന്ന് പറയുന്നത്? കാരണം ശാസ്ത്രീയത എന്നാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ആത്മാവിനെ ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുകയില്ല എന്നാണ് ബോധശാസ്ത്രം തെളിവുകൾ നിരത്തി വാദിക്കുന്നത്. അതായത് കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതും സത്യമാകണമെങ്കിൽ, യാഥാർത്ഥ്യമാകണമെങ്കിൽ അവയെ നമുക്ക് സ്പർശിച്ചു നോക്കാൻ കഴിയണം. സ്പർശം ഏറ്റവും യാഥാർത്ഥ്യം കൂടിയ ഒരനുഭവമാണ്. അതാണ് ബോധശാസ്ത്രം പറയുന്നത്. ആത്മാവിനെ നിങ്ങൾക്ക് സ്പർശിച്ചു നോക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് ശാസ്ത്രീയമല്ല. അത് വെറും വിശ്വാസവും
വെറും സങ്കല്പങ്ങളുടെ മായാജാലവുമാണ്. ശക്തമായ സങ്കല്പങ്ങൾ ബോധം അനുഭവപ്പെടുത്തി തരുന്ന രീതിയാണത്. അത് ബോധത്തിൻ്റെ പ്രത്യേകതയാണ്. അതൊരു യാഥാർത്ഥ്യമല്ല. എന്നാൽ അത് യാഥാർത്ഥ്യമാണ്. വളരെ താഴ്ന്ന ബോധത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയുള്ളൂ. ഉയർന്ന ബോധതലത്തിൽ ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യമല്ല. അപ്പോൾ അശുദ്ധമായ ഭ്രമം, വിഭ്രമം, മതിഭ്രമം, ഇത് മൂന്ന് ബോധതലങ്ങളാണ് എന്ന സത്യം ഇവിടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇത് മൂന്നും ഒരേ ബോധതലങ്ങളല്ല. വ്യത്യസ്ത ബോധതലങ്ങളിൽ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും എന്ന യാഥാർത്ഥ്യമാണ് ബോധശാസ്ത്രം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നത്. അതായത് മതിഭ്രമാനുഭവം യാഥാർത്ഥ്യമല്ല എന്നല്ല ബോധശാസ്ത്രം പറയുന്നത്. അല്ലെങ്കിൽ ആത്മാവ് യാഥാർത്ഥ്യമല്ല എന്നല്ല ബോധശാസ്ത്രം പറയുന്നത്. മറിച്ച് മതിഭ്രമം ഒരു താഴ്ന്ന ബോധതലത്തിലെ അനുഭവമാണ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് അതിന് യാഥാർത്ഥ്യം വളരെ കുറവാണ്. അല്ലെങ്കിൽ അതിൽ യാഥാർത്ഥ്യം തീരെ ഇല്ലെന്ന് തന്നെ പറയാം. മതിഭ്രമം എന്ന വാക്ക് തന്നെ മനസ്സിൻ്റെ സമനില തെറ്റിയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ബോധം വളരെ താഴ്ന്ന വ്യക്തികളിൽ മാത്രമേ മതവിശ്വാസങ്ങളും മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞരും ഉയർന്ന ബുദ്ധിയുള്ള ആളുകളും മതവിശ്വാസികൾ അല്ലാത്തവരായി നമുക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. ബുദ്ധിയുള്ളവർ മതവിശ്വാസികളാണെങ്കിലും അവർ അന്ധമായ വിശ്വാസങ്ങളെ പിന്തുടരുന്നില്ല എന്ന് നമുക്ക് കാണാം. താഴ്ന്ന ബോധമുള്ളവരിൽ മാത്രമാണ് ആത്മാവ് ഒരു യാഥാർത്ഥ്യ അനുഭവമായി നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. താഴ്ന്ന ബോധമുള്ളവരിൽ ഭയം വളരെ കൂടുതലായിരിക്കും. ഈ ഭയം തന്നെയാണ് ഇവരിൽ മതിഭ്രമാനുഭവം സൃഷ്ടിക്കുന്നത്. ഇതാണ് നാം നേരത്തെ കണ്ട ഉദാഹരണത്തിലൂടെ തെളിയിച്ചത്. എന്നാൽ ഉയർന്ന ബോധമുള്ളവരും ഉയർന്ന ബുദ്ധിയുള്ളവരും ഭയം കുറവുള്ളവരുമായ ആളുകളിൽ ഇത്തരം ആത്മാവിൻ്റെ മതിഭ്രമാനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ആത്മാവ് വെറും ഒരു മതിഭ്രമ അനുഭവം മാത്രമാണ്. അത് ഉള്ളതല്ല. അതിന് കർമ്മഫലങ്ങളോ അല്ലെങ്കിൽ നരകമോ സ്വർഗമോ ലഭിക്കുന്ന അവസ്ഥകളോ ഇല്ല എന്നാണ് ബോധശാസ്ത്രം തെളിവുകൾ നിരത്തി വ്യക്തമാക്കുന്നത്. അപ്പോൾ ആത്മാവ് വെറും ഒരു വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസത്തെ ആത്മാർത്ഥതയോടെ ശക്തമായി സങ്കല്പിച്ചാൽ ആ സങ്കല്പത്തെ ബോധം മതിഭ്രമം എന്ന അനുഭവത്തിലൂടെ സത്യമെന്ന് ബോധ്യപ്പെടുത്തും. ആത്മാവിനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണത്തിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കേൾക്കാം. നന്ദി, നമസ്കാരം.